സാറേ നീ എന്റെ അമ്മയും കൂടെ മരിക്കാവുള്ളൂ സാറേ. നിങ്ങളെല്ലാരും കൂടെയാണ് കൊന്നത്. എന്റെ അച്ഛനെ അമ്മയും നിങ്ങളെല്ലാരുമാണ് കൊന്നത്. ഇത് നടക്കാനും പറ്റൂലെന്ന് യോഗ്യന്റെ. നമസ്കാരം. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിന്റെ മകന്റെ തിരുവനന്തപുരം കുന്നുകുഴിയിലെ വീട്ടിൽ പോയി ഇഡി റെയ്ഡ് നടത്തുമ്പോൾ ആ നേതാവിന്റെ പേരക്കുട്ടിക്ക് സമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നന്വേഷിച്ച് പോലീസിനെയും പത്രക്കാരെയും കൂട്ടി ഇഡിയെ പേടിപ്പിക്കാൻ പോയ ബാലാവകാശ കമ്മീഷനൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ? അതോ സെലക്റ്റീവായ അവകാശ സംരക്ഷണമേ ഈ നാട്ടിൽ ബാലാവകാശ കമ്മീഷൻ നടത്തുന്നുള്ളൂ? ഈ ഒരു ചോദ്യം ഏതൊരു മലയാളിയും ചോദിച്ചു പോകും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നെയ്യാറ്റിൻകര നെല്ലിമൂട് പോങ്ങിൽ ജപ്തി നടപടിക്കിടെ തീ കൊളുത്തി ദമ്പതികൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. വേട്ടത്തോട്ടം സ്വദേശി രാജനും ഭാര്യ അമ്പിളിയുമായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇരുവരും ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാജൻ കഴിഞ്ഞ ഞായറാഴ്ചയും അമ്പിളി തിങ്കളാഴ്ച രാത്രിയുമാണ് മരിച്ചത്. ഇവർ താമസിച്ചിരുന്ന 3 സെന്റ് പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും ഇവരെ കുടിയൊഴിപ്പിക്കാൻ പോലീസ് എത്തിയപ്പോഴായിരുന്നു ഭാര്യയെ കെട്ടിപ്പിടിച്ച് കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ രാജൻ ശരീരത്തിൽ ഒഴിക്കുന്നത്. പോലീസുകാരെ പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു ആത്മഹത്യാ ശ്രമത്തിന്റെ ലക്ഷ്യമെന്നും SI ലൈറ്റർ തട്ടിയതാണ് അപകടത്തിനിടയാക്കിയതെന്നും രാജൻ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞിരുന്നു. എടുത്തുവെച്ച ഭക്ഷണം പോലും കഴിക്കാൻ രാജനെ അനുവദിക്കാതെയാണ് പോലീസ് കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടായിരിക്കും ഈ പാവങ്ങളെ അന്ന് തന്നെ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചത്? ഈ പാവങ്ങൾ താമസിച്ചിരുന്ന ഈ 3 സെന്റ് ഭൂമിയുടെ കുറവ് മാത്രമായിരുന്നോ കേരളം സമ്പന്നമാക്കാൻ തടസ്സമായി നിന്നത്? ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കയ്യേറി ലാഭം കൊയ്യുന്ന വമ്പന്മാരുടെ നേരെ പോലും നോക്കാൻ ഭയമുള്ള പോലീസിന് ഈ പാവം രാജന്റെ 3 സെന്റ് ഒഴിപ്പിക്കാനേ ധൈര്യമുണ്ടാകൂ. കാരണം രാജനെ പോലുള്ളവർ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാണല്ലോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇവരുടെ മരണത്തിൽ റൂറൽ SPയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ച് DGP കൈ കഴുകിയിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്താകുമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാനാകും. പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ മേയറാക്കിയെന്ന് അഭിമാനിക്കുന്ന ഭരണ പാർട്ടിക്കാരും ലൈഫ് മിഷന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്ന സർക്കാരും ഒക്കെ അറിയണം, ഒരുപാട് രാജന്മാർ ഈ നാട്ടിലുണ്ടെന്ന്. കാണാതെ പോകരുത് ഇവരെ.